ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മുത്തബലാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം വേണ്ടത് ബ്രിഞ്ചോളാണ്. വലിയ ബ്രിഞ്ചോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ഒന്ന് മാത്രമേ ഇതിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ബ്രിഞ്ചോൾ നന്നായിട്ട് ഗ്യാസിൻ്റെ മുകളിൽ അങ്ങനെ ഇത് ശരിക്കും ചാർക്കോൾ ചെയ്യുന്നതാണ്, പക്ഷെ അതങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യുന്നു. ഗ്യാസിൽ നന്നായിട്ട് അത് ഫുള്ളായിട്ട് വെന്ത് വരുന്നവരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. ആ ബാറ്ററിന് വേണ്ട സാധനങ്ങൾ തഹീന വേണം, തൈര് വേണം, ഫ്രഷ് ക്രീം വേണം, ഗാർലിക്ക് യൂസ് ചെയ്തതിന് ഞാൻ ലെമൺ യൂസ് ചെയ്തതിന് സാൾട്ടും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തഹീന എന്ന് പറയുന്നത് ഒരു പീനട്ട് പേസ്റ്റാണ്, വാങ്ങാൻ കിട്ടും ഗ്രോസറി ഇവിടെ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആദ്യം തഹീന എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കേർഡ് യൂസ് ചെയ്യാം, പിന്നെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം, പിന്നെ ലെമൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എടുത്തു വെച്ചിരുന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ലെമൺ ഉപയോഗിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെമൺ പുളി വരുന്നതുകൊണ്ട് ഞാൻ കേർഡാണ് മാക്സിമം യൂസ് ചെയ്യാറ്. നല്ല പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ലെമൺ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ബ്രിഞ്ചോൾ നന്നായിട്ട് വെന്ത് സ്മാഷ് ആയിട്ടുണ്ട്. ആ ബ്രിഞ്ചോൾ എടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് കളയണം. ഫുൾ സ്കിന്ന് കംപ്ലീറ്റ്ലി പീൽ ചെയ്ത് റിമൂവ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഗാർലിക് ഉണ്ടല്ലോ, ഗാർലിക് എടുക്കണം. എന്നിട്ട് ഈ ബ്രിഞ്ചോൾ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് 2-3 ഒരു ക്രഷ് ചെയ്യണം. ഒന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് റെഡിയാവും. എന്നിട്ട് ഈ പേസ്റ്റ് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് എന്തായാലും സോൾട്ട് ഇടണം. സോൾട്ട് ഇടുക, ലെമൺ വേണമെങ്കിൽ ഇടുക, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇട്ടിട്ടില്ല, കാരണം വെച്ചാൽ ഓൾറെഡി എൻ്റെ തൈരിന് പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലെമൺ ഇട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ ഫ്രഷ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് അതിൻ്റെ മുകളിൽ തൂകണം. പിന്നെ ഒരു ജസ്റ്റ് ഒലീവ്സ് ഉണ്ടല്ലോ, അതൊന്ന് ഗാർണിഷ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. കുബ്ബൂസ്, ചപ്പാത്തി അതിൻ്റെ കൂടെ എല്ലാം പോകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി നൈസ്.